Hello guys, Assalamualaikum. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഫുഡ് വ്ലോഗുമായിട്ടാണ് സാറ്റർഡേ പോകും ഇന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മട്ടൻ കിട്ടി. ഞങ്ങൾ അപ്പുറത്തെ ഉള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ നാളടിക്കുക പറയുന്നുണ്ട് ഇനി മട്ടൻ മേടിക്കുക, അത് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മന്തി ഉണ്ടാക്കണം. അപ്പോൾ ടുഡേസ് സ്പെഷ്യൽ മട്ടൻ മന്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇക്കയ്ക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ, കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടിയുള്ള മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ഒരു 1/2 കിലോ കഷ്ടി കാണും, അത്രേ ഉള്ളൂ. പിന്നെ മാസത്തിൽ ഒരിക്കലും കഴിച്ചോന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എനിക്കത് ബോണസ് ആയിട്ട് എടുത്തിരിക്കുക. മാസത്തിൽ ഈ മാസം ഒരു പ്രാവശ്യം ഇതിനെ കഴിച്ചിട്ടില്ലല്ലോ വേറെ. അപ്പോൾ എല്ലാം ചിക്കനും മട്ടനും എല്ലാം കഴുകി വെച്ച് ബാക്കി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിപ്പറേഷൻ മന്തി ഉണ്ടാക്കാം. നമുക്കപ്പൊ ഇത്രയും മട്ടൻ 1/2 കിലോ കാണുവാന്നറിയത്തില്ല, നമുക്ക് ഇത്രയും മട്ടൻ കിട്ടും. നമുക്ക് ഇത്രയും മട്ടൻ കിട്ടി. ഇപ്പൊ കുക്കർ താഴ്ത്തിട്ട് പൊട്ടിച്ചു തരാം. നമുക്ക് അതിനകത്ത് ഞങ്ങളിവിടെ മറ്റേ മന്തിയുടെ മസാല നേരത്തെ പൊടിച്ച് വെച്ചിരിക്കാം. നമുക്ക് മന്തിയുടെ മസാല കുറച്ചിട്ട് ഇതിൽ ഉപ്പും കൂടെ. ഇതിൻ്റെ അകത്ത് വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളി മന്തി മസാലയും ഉപ്പും മാത്രം. അപ്പൊ ഇറക്കി വെച്ച് കുറച്ചു നേരം വെക്കണം. അറിയാലോ ഞങ്ങളുടെ എപ്പോഴത്തേക്ക് ഞങ്ങൾ വെക്കുന്നില്ല. അപ്പോൾ ഞങ്ങളത് ഡയറക്റ്റ് കുക്കറിലോട്ട് ഇടുകയാണ്. അപ്പൊ നമ്മള് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മന്തി ഫസ്റ്റ് കുക്കറിലോട്ട് ഇടാം. എണ്ണ ഒഴിച്ചോ? ഇല്ല, അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിത് ഈ കുറച്ച് സവോളന്റെ കൂടത്തി വെളുത്തുള്ളി, ഞങ്ങളിവിടെ കട്ട് ചെയ്യാത്ത പച്ചമുളക് ഇതിട്ട് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ വെച്ച് നമുക്ക് ഇതിന്റെ ഈ മട്ടന്റെ വെള്ളം വേണം. നമുക്ക് അതിന്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി അതും കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഇടാം. നമുക്കിപ്പോ മട്ടൻ അവിടെ വേകുന്ന സമയത്ത് റൈസ് ഉണ്ടാക്കാം. എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടാണ്, നമുക്കറിയാത്തോണ്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ മസാലയിൽ ഇടേണ്ട ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്നെല്ലാം കുറച്ച് ഇട്ടിട്ട് റൈസ് വേവിച്ചെടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത്ര ഇട്ട് കൊടുക്കുക. ബാക്കി ഈ മല്ലിയും ജീരകമൊക്കെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ആ ചെറിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. ഇത് ഡ്രൈ ആവാതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് ആയിരിക്കും. അങ്ങനെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്.
അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ച് വെള്ളം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ മട്ടൻ വേകാനായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. 8 വിസിൽ അടിക്കണം. 4 ആയിട്ട് പുറകെ നോക്കുമ്പോ ഒരു പുകമയം വളരെ തെറ്റിരിക്കണ്ട. ഞങ്ങളത് പകച്ചതാണ്. സന്ധ്യ നേരത്തോടെ ഭയങ്കര കൊതുക. അപ്പം ഇതിന്റെ ഇടക്ക് ആ പുകച്ച് ഫീലൊക്കെ വരും. അത് ക്ലോസ് ആയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മസാലയൊക്കെ ശരിയാക്കാനുണ്ട്. ഇപ്പം നമുക്ക് 3 ഇതുണ്ടെങ്കിലും 3ഉം വലിയ പാത്രം ആയതുകൊണ്ട് ഒരുമിച്ചിരിക്കത്തില്ല. 3 കൂടെ കൂട്ടിയിടിച്ചാ വഴക്കിടും. അതുകൊണ്ട് അവിടെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ ഒരാൾ മാറാനായിട്ട്. അപ്പൊ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഗ്രേവിക്കുള്ള പണി നോക്കാം. ഓക്കെ, ഇപ്പോഴത്തതും പോലെ തന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന മെയിൻ പാത്രം നമുക്ക് ചൂടാൻ സ്റ്റൗവിൽ വെക്കാം. കണ്ടോ, ഇത് ഇത്ര വലുതായതുകൊണ്ട് എല്ലാം കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു വലിയ പാത്രം, ഈ ഒരു വലിയ പാത്രം, ഇതിന്റെ നടുക്കൊരു കുഞ്ഞ സ്ഥലമേ ഉള്ളൂ. ചെറുതൊക്കെ ആണെന്ന് ഞങ്ങൾ നോർമലി രാവിലെ 3 പാത്രമല്ല വെക്കും. പക്ഷെ ഇത്രയും വലിയ പാത്രം ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കുക, അതിനകത്ത് എണ്ണ ഒഴിക്കുക, മസാല ഇടുക, അതിട ഇതിട എല്ലാം ഇടുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എപ്പോഴത്തേലും പോലെ തന്നെ ഞങ്ങളുടെ നാരങ്ങ മറന്നുപോയി. നാരങ്ങ പോട്ടെ. അതിന് നാരങ്ങ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ പാൻ ചൂടാക്കുക. ചൂടായ ചൂടായില്ല. എപ്പോഴും പറയുന്ന പോലെ ഇക്ക വരുമ്പോ ഇക്കൊക്കെ കഴിക്കാൻ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇപ്പൊ തന്നെ 7 മണി 7 മണി 6:40 അപ്പൊ ഇക്ക വരാൻ ഒരു ഇച്ചിരി ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞ്. അപ്പോൾ നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കൊടുക്കാം. നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി, അതിനകത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. കുറച്ചും കൂടെ ഇത് ഫുള്ള് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം ഗൈസ്. മയോണൈസ് ഉണ്ടാക്കുന്ന നൈസാണ്, ഞാൻ ഉണ്ടാക്കത്തില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് മാറ്റി വെച്ച മല്ലി, ജീരകം, കുരുമുളക് അല്ല, ഇതെന്തായാലും ഒരുമിച്ച് വേണമല്ലോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടായി നമ്മൾ ഇന്നേ വരെ എന്താണ് മന്തിയിൽ ഇവിടെ ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ടില്ല. ഇന്ന് പക്ഷെ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ക്യാപ്സിക്കം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതെ, ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് ഇത് അതിലോട്ട് ഒരു സവോള എരിഞ്ഞത്, ഒരു വലിയ സവോള കുനുകുനാന്ന് പറഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കം, നമുക്ക് പഴുക്കാത്ത തക്കാളി. അതല്ലേ കാണുമ്പോ ഓർക്കും മറ്റേ ക്യാപ്സിക്കം വേറെ ഓറഞ്ച് കളറാണ്, പക്ഷെ അതല്ല, തക്കാളിയാണ്. ഇതവിടെ ചോറിന്റെ വെള്ളം തിളച്ചോണ്ടിരിക്കുക. തീ ഉറച്ചു വെച്ചു. അതന്നെ, തീ ഉറച്ചു വെച്ചോ. നമുക്ക് ഇനി ഇതായിട്ട് ഇളക്കാം. നമുക്ക് ഇതിനകത്ത് ആ മട്ടന്റെ വേവിച്ച വെള്ളമുണ്ട്, അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നമുക്കിപ്പോൾ ഇത് വേവിച്ചിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, ഇത് വെന്ത് മസാല ഒക്കെ ഇട്ട് വരുമ്പോ നമുക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലേ അതിന്റെ ഏറ് പോത്തുള്ളൂ. ഇത് നന്നായിട്ട് വെന്ത് വരാൻ നമുക്ക് കുറച്ച് ഉപ്പുപൊടി കുറച്ചിട്ടാ മതി. ഞാൻ ഒരിക്കലും ഉപ്പ് കൂടിപ്പോയി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ചിട്ട് കൊടുക്കാം.
ഞങ്ങൾ പല സാധനങ്ങളും ഇടാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ വാങ്ങിച്ച കുപ്പിലിട്ട് വെച്ചിരിക്കുക. ബേ ലീവ്സ്. എന്ത് ലീവ്സ്? ബേ ലീവ്സ്. ആ ഇല. അല്ല, കറുവപ്പട്ടയുടെ അല്ല. അത് കൂടി ഇട്ട് കൊടുക്കാം. ഇന്നത്തെ കുക്കിംഗ് ഭയങ്കര റിലാക്സ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ, വല്ല പണിയൊന്നും ഇല്ലാത്ത പോലെ. പണിയൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഓട്ടയ്ക്ക വരുന്നതിന് മുന്നേ പെട്ടെന്ന് ആക്കാൻ വേണ്ടിട്ടുള്ള വെപ്രാളം പിടിച്ചുള്ള അതുണ്ട്. പക്ഷേ മറ്റേന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഭയങ്കര അങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഓടുന്നുണ്ട്. താങ്കൾ എന്തിനാ ഓടിയത്? പൊകിക്കാൻ പോയി. സമയമായില്ലേ, പൊകിക്കാൻ വെന്തില്ല അടച്ച് വേഗത്തില്ല. ഇത് വേഗം നീളമുള്ള അരി എടുത്തത്. അപ്പം നീളൻ അരി വെച്ച് ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ശരിക്കും വേവുണ്ടെന്നാ തോന്നുന്നത്. കണ്ടിട്ട് ഇതുവരെയായിട്ട് ഒരു അനക്കം പോലും ഇല്ല. 90% വേഗണം. 90% പോയിട്ട് 50% പോലും ആയിട്ടില്ല. അനക്കവുമേ ഇല്ല. ഇത് ഏകദേശം റെഡി ആയിട്ട് വരുന്നത്. ഒരു മണം വരുന്നുണ്ട്. മണം വരുന്നുണ്ട്. മന്തിയുടെ ഒരു സ്മെല്ല് വരുമല്ലോ. അവിടെ മട്ടന്റെ മറ്റേ ഇത് ഗ്യാസ് ആവി ഗ്യാസ്. അതന്നെ കുക്കറിന്റെ എയർ പോയി. ചിക്കനൊക്കെ സെറ്റ് ആയാലും ചിക്കൻ മട്ടൻ എപ്പോഴും മേടിക്കുന്നത് കൊണ്ട് മട്ടൻ എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് മട്ടൻ എടുത്ത് മാറ്റാം. മട്ടൻ എടുത്ത് മാറ്റിയിട്ട് അതിന് വെള്ളം നമുക്ക് വേണം. സ്റ്റോക്ക് അത് തന്നെ. സ്റ്റൂ അറിയാലോ. സ്റ്റൂ ഓരോ മട്ടനും ഇപ്പൊ വെല്ല ഉണ്ടാവുന്ന മട്ടനെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇടുമ്പോ തന്നെ ഫുള്ള് കുഴഞ്ഞു മറിഞ്ഞ് പോവായിരിക്കും. ഇക്ക അവിടുന്നേ ഇത് മനസ്സിൽ മന്തിന്ന് വിചാരിച്ചായിരിക്കും ഇവിടം വരെ വരുന്നത്. ആ ഒരു പാനിലോട്ട് നമുക്ക് ആ മട്ടൻ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് നമ്മുടെ മാഗി ക്യൂബ്സ് അതിട്ട് കൊടുക്കാം. നമ്മുടെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടനും കൂടെ ഇട്ട് കൊടുക്കാം. മട്ടനും കൂടെ ഇട്ടിട്ട് നമ്മുടെ മറ്റേ മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കിടന്ന് വേണം നമ്മുടെ ഒന്ന് മട്ടൻ ഒന്ന് സെറ്റ് ആകാൻ. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഞങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കും. നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈം ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല കേട്ടാ. കിട്ടി എന്തായാലും ഞങ്ങള് കുറച്ച് നാളായിട്ട് നമ്മൾ സാറ്റർഡേ റെസിപ്പിയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും നമ്മൾ ഇക്കാടെ ആരും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളതെല്ലാം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മട്ടൻ കിട്ടി. ആദ്യമേ ഇക്ക പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു, എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര സഹിച്ച് ഞങ്ങളിവിടെ എന്ത് ചെയ്താൽ ഇക്കാക്കും കൂടെ കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്തൊരു സങ്കടങ്ങളല്ലേ. അങ്ങനെ അതിങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മാസത്തെ ഒരു പ്രാവശ്യം ബീഫും മട്ടനും കഴിച്ചോളാൻ പറഞ്ഞത്. അപ്പൊ ഒരു പ്രാവശ്യമല്ലേ, രുചിയല്ലേ കഴിക്കുന്നു. അപ്പം കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചേ ഉള്ളൂ കേട്ടോ, നമ്മുടെ റൈസിന്റെ അത്രയും പോലും ക്വാണ്ടിറ്റി ഇല്ല. ഏകദേശം അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. സെറ്റാമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വലിയ അണ്ടാവ് പോലുള്ള പാത്രത്തിൽ ഇത്തിരി പോകുന്ന മട്ടൻ കിടന്നിട്ട് കാണുമ്പോല്ല അതിനകത്ത് നമുക്ക്
മട്ടൻ്റെ മസാലയൊക്കെ സെറ്റ് ആക്കി ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, റെഡി ആയെന്നൊക്കെ ചോദിച്ചിട്ട്. ഇനി നമുക്ക് മയോണീസുകൾ ഉണ്ടാക്കണം. നമ്മൾ മറ്റേ തക്കാളി കെച്ചപ്പ് ഉണ്ടാക്കാൻ സമയം കാണത്തില്ല എനിക്കത്, ആ സമയം കാണത്തില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ മയോണീസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശകലവും കൂടെ നമുക്കത് ഒന്ന് പറ്റിയിട്ട് നമുക്ക് റൈസൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇതപ്പോൾ നമ്മുടെ മട്ടൻ മസാലയെല്ലാം ശരിക്കും നല്ല സെറ്റായി. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മസാല നമുക്ക് ഇത്തിരി ഉള്ളു ഗൈസ്. നമ്മുടെ മന്തിയുടെ ഗ്രേവിയുടെ സെറ്റായി. നമുക്കിനി ചോറിടാം. വെള്ളം കുറച്ചുകൂടി പറ്റാനുണ്ട്. നമുക്ക് ആ ചോറിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ കലക്കി വെള്ളം ഒഴിക്കും. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് വെച്ചാൽ മതി. ആ മതി. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഇതിൻ്റെ ഇടക്ക്. കുറച്ച് അതിൻ്റെ നമ്മൾ ആ എണ്ണ കുറച്ച് മാറ്റി വെച്ച് അതിനകത്ത് ഒഴിക്കേണ്ടതായിരുന്നു. അത് മാറ്റിയൊക്കെ പറയും. അപ്പം തൽക്കാലം ഞങ്ങൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ നോക്കാം. അപ്പം നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമുക്ക് നമ്മുടെ പച്ചമുളക് ഓരോന്ന് വരെ നമ്മളിവിടെ ഉണ്ടമുളകായിട്ടാണ് ഇരുന്നത്, അതുകൊണ്ട് ആ സാധനമുള്ളു നമ്മളിത് ഇട്ട് കൊടുത്ത് നമുക്ക് അതിന് പകരം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ദമ്മ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇനി തിന്ന് നോക്കുമ്പോൾ അറിയാം എന്താ ഞങ്ങളെ തട്ടിക്കൂട്ട് മന്തി. ഒരു പണി ഇല്ലാഞ്ഞിട്ട് ചീറ്റിന്നാ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് നമ്മൾ അതിൻ്റെ മൂടി അടച്ച് ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഇടിക്കുന്ന സാധനത്തിൻ്റെ ആ സാധനത്തിന് നമ്മുടെ ഇടിക്കുന്ന സാധനം എടുത്ത് ഇവിടെ മറ്റേ ഫോയിൽ പേപ്പർ ഒന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഈ സാധനം ഇത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. അതൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നേരം നമുക്കൊന്ന് നല്ലൊരു ആവി വന്നതിന് ശേഷം എടുത്ത് മാറ്റാം. ഞങ്ങളുടെ ദമ്മ് വെക്കൽ ഭയങ്കര വിറ്റാണ്. ഞങ്ങളിത് ഈ ഇടിക്കുന്ന സാധനമാണല്ലോ, ആ സാധനം എടുത്ത് കമത്തി വെക്കും. കമത്തി വെച്ചിട്ട് അത് ചെറിയ കാലത്തിൽ വെള്ളം എടുത്ത് വെക്കും. വെള്ളം എടുത്തിട്ട് ഇതിന് പുറത്തോട്ട് വെക്കും. അതാണ് ഞങ്ങളുടെ ദമ്മ്. നെയ്സാദ് ആ കലത്തിൽ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടിട്ട് ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അപ്പൊ ശരിയാവില്ലെന്ന് അറിയത്തൊന്നുമില്ല. ചിലപ്പോൾ ശരിയാവും. എന്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. എന്താ ഞങ്ങളുടെ കലമെത്തി. ഇതാണ് ഞങ്ങളുടെ ദമ്മ. കലത്തിൽ വെള്ളമൊക്കെ വെച്ച് ആക്കി വെച്ച് ഇത് കുറച്ചു നേരം ഇത് വെച്ച്. എവിടെയെങ്കിലും ഇങ്ങനത്തെ ദമ്മ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി മന്തി എന്തുണ്ടാക്കിയാലും ഞങ്ങളുടെ ദമ്മ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു മന്തി ഒരു 1.5-3 മണിക്കൂറായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ ചെമ്പ് പൊട്ടിക്കൽ കർമ്മം, ചെമ്പ് പൊട്ടിക്കലല്ല നമ്മുടെ കലം പൊട്ടിക്കൽ കർമ്മം. ഫസ്റ്റ് നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇതിനകത്ത് ചൂടൊന്നും കാണത്തില്ല കേട്ടാ. ഇത് വെറുതെ ഇങ്ങനെ പ്ലെയിൻ വെള്ളമല്ലേ, ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പിന്നെ നമ്മുടെ ഈ സാധനം നല്ല നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ഈ സാധനം അതെടുത്ത് മാറ്റുക. ഇനിയാണ് നമ്മുടെ ചെമ്പ് പൊട്ടിക്ക്. ചങ്കായി നല്ല ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. മന്തിയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇളക്കിയെടുക്കാം. നമുക്ക് ആ ചോറും അതിന്റെ ഗ്രേവി എല്ലാം നമുക്കൊന്ന് പിടിച്ചു വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മട്ടൻ ഇതിനകത്ത് മാറ്റിയിട്ട് പിന്നെ റൈസ് വേറെ മട്ടൻ വേറെ ഇതൊക്കെ ഞങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രേവി എല്ലാം നമുക്ക് പിടിച്ച് അപ്പൊ മട്ടൻ കാണാത്ത റൈസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. നമുക്ക്
നമുക്ക് മന്തിയുടെ ആ ഒരു ഗ്രേവി ചോറ് നല്ല പേരൊക്കെ എന്നാലും നമുക്ക് അതിനൊരു രസം കാണത്തുള്ളൂ കഴിക്കാൻ. എന്തായി എങ്ങനെയായെന്ന് അറിയത്തില്ല, നമുക്ക് ഇക്കയൊക്കെ കൊടുത്തിട്ട് ടേസ്റ്റ് അറിയാം. അങ്ങനെ കൊളസ്ട്രോൾ തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ മന്തിയാണ്. മന്തിയല്ല, ആദ്യത്തെ മട്ടനാണ്. മട്ടനും ബീഫൊന്നും കഴിക്കാനോ തരുന്നില്ല. പട്ടിണിയാണ് കഴിച്ചത്. എല്ലാ ദിവസവും പയർ പുഴുങ്ങിയതും ആദ്യമൊക്കെ തിന്ന് പ്രാന്തായിരിക്കും. നമ്മളെന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ഫുഡാണ്. ബൾബ് കട്ടിക്കൊണ്ടിരിക്കും. ഇക്കയൊക്കെ ഇപ്പൊ ഒരു ചെമ്പ് കൊടുത്താൽ അത് മൊത്തവും തിന്നും. ആ ഒരു സ്റ്റേജിലാണ്. ഈ വീഡിയോയിലെ നിങ്ങൾക്ക് കാണിച്ച ഡോക്ടർ കാണുന്നുണ്ടോന്ന് അറിയാം. അപ്പൊ അറിയാൻ പറ്റാന്നുള്ള കാര്യം. നിങ്ങൾ ഇത് കണക്കാണ് വീട്ടിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടാണോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? ഞങ്ങള് പുറത്ത് പോയിരിക്കുവായിരുന്നു. ഞങ്ങള് പുറത്ത് പോയിട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത്. മറ്റ് കോലത്തിലല്ല, പുറത്തോട്ട് വന്ന ഡ്രസ്സിൽ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് തക്കാളി ചട്നിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മയണീസും സാലഡും മാത്രമേ ഉള്ളൂ. ഈ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതാണല്ലേ പറയാം. ആ പറയിക്കാൻ മുല്ലക്ക ചെറുപ്പം പിന്നെ പറയാം കഴിക്കുന്നത് കഴിച്ചോളൂ. ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഉത്സവം വരുവാണ് ഗൈസ്. അതിനെ കുറിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. അതെ, മുല്ലക്ക ചെറുപ്പ് അടിപൊളി. കഴിക്കാതിരുന്ന് കഴിച്ചോണ്ട് വൈകിട്ട് അതാ ഭയങ്കര കഴിച്ചപ്പോ നമ്മള് ആടിനെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് പരിപാടി നടത്തി വിശ്രമത്തിലാണ്. തളർന്നു കഴിയുന്നത്. കുറെ ആൾക്കാർ ഇച്ചിരി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഡയറ്റിങ് ആയിരുന്നു. പക്ഷെ സ്മെല്ല് അടിച്ചപ്പോ ഞാൻ ആദ്യത്തെ ബിരിയാണി കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ നേരത്തെ വോയിസിലൊക്കെ പറഞ്ഞു ബിരിയാണിയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കഴിച്ച പ്ലേറ്റിലോട്ട് ഇട്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് മന്തിയാണുള്ളത്. എന്തായാലും നല്ല പൊളിയായിട്ട് ഉണ്ടാക്കിയത് രണ്ടുപേരും കൂടെ ചേർന്നു. അപ്പൊ എന്തായാലും എനിക്കൊക്കെ ശ്വാസം പറ്റത്തില്ല. പീസ് മൊത്തം തീർത്ത് ഇനി കുറച്ച് റൈസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്തായാലും ഗായ്സ്, നിങ്ങളും ഈ മോഡൽ റെസിപ്പി തന്നെയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മട്ടൺ മന്തി അടിപൊളിയാട്ടോ. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം. ഇക്ക പണ്ട് ഗൾഫിലായിരുന്ന സമയത്തും ഇവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു തമ്പു വന്നായിരുന്നു താത്തി. ബിരിയാണി കഴിച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ആ പൊന്നാനി വെച്ചില് പ്രാവശ്യം പെരുന്നാളിന് നൈസ, ചെറിയ പെരുന്നാളിന് അവിടെ അന്നും മട്ടൻ ബിരിയാണി കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ട് കഴിക്കുന്ന. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മള് നിങ്ങളത് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.